എനിക്ക് ബേബി ബോയ് ആണോ ഗേൾ ആണോ, ഇതും വലിയ ഗ്യാപ്പൊന്നും ഇല്ലല്ല. അപ്പം എനിക്ക് കൺഫ്യൂഷൻ. അപ്പം 2% ഗേളും ബാക്കിയൊക്കെ ബോയ് ബേബി ആണ് ഗൈസ്. ഈ കാര്യം എനിക്ക് ഇച്ചാനോടും കൂടി ചോദിക്കാണ്ട് കേട്ടോ. 2nd month 3rd month 4th month പകുതി വരെയൊക്കെ നമുക്ക് ഇതിന് എന്നെ പൊങ്കാലി ഇടരുത്. നിങ്ങൾ കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഇറ്റ്സ് മേ ബി ബോയ്, എങ്ങനെയെങ്കിലും ഇത് പുറത്ത് വന്നാൽ മതി എന്ന് പറയുന്ന സമയത്ത് അതിന്റെ വയറിന്റെ ഷേപ്പേ ഇല്ല. അപ്പൊ ഈ ഷേപ്പിൽ നിന്നാണ് ആ കുറ്റം പറയാൻ പുറകെ വന്നിരിപ്പുണ്ട് ഗൈസ്. ഗേൾ ബേബി ആയിരിക്കാം. ഹായ് ഗൈസ്, വെൽക്കം ടു ന്യൂ വ്ളോഗ്. ദിസ് ഇസ് മീ ജോമിയ ആൻഡ് നിർമ്മൽ പുറകിലുണ്ട് ഗൈസ്. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എനിക്ക് ബേബി ബോയ് ആണോ ഗേൾ ആണോ, ദിസ് മന്താണിത്. അപ്പോൾ ബോയ് ആണോ ഗേൾ ആണോ എന്ന് അറിയാനുള്ള ഒരു പ്രഡിക്ഷൻ ഒക്കെയാണ് ഈ വീഡിയോ. അപ്പോൾ സോ ഫുൾ വീഡിയോ കണ്ടാൽ ഇറ്റ്സ് ബോയ് ആണോ ഗേൾ ആണോ ഞാൻ പറയാം. അപ്പോൾ സോ ഗൈസ്, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ മൂക്കൂത്തി കുത്തിയായിരുന്നു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മൂക്കൂത്തി അന്ന് മറ്റേ ഗൺ ഷൂട്ട് ചെയ്യുമ്പോൾ ഇടുന്ന സ്റ്റഡായിരുന്നു. ഇതിപ്പോൾ ഞാൻ മേടിച്ച സ്റ്റഡാണ്. അപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായില്ല. അപ്പോൾ സോ പറഞ്ഞായിരുന്നു നിങ്ങളെ കാണിച്ചു തരാമെന്ന്. കാണാൻ പറ്റില്ല ഗൈസ്. അത് തന്നെ, ഇത് ഇഷ്ടമല്ല ഗൈസ്. അങ്ങനെ നമ്മൾ ചെറുതായിട്ട്, പക്ഷെ ഇത് മേടിച്ച് കഴിഞ്ഞാൽ മനസ്സിലായി കുറച്ചും കൂടെ ഇത് മേടിച്ചെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുമായിരുന്നു. പക്ഷെ അറിയാനുണ്ടെന്ന് അല്ലേ? ആ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കുറച്ച് കമന്റ് ബിലോ, അല്ല വലുത് വേണം എന്നാണെങ്കിൽ അങ്ങനെ ഒരു കമന്റ് ചെയ്യുക. കാരണം എന്താണ് ആപ്റ്റ് എന്ന് ചില ആളുകൾക്ക് കണ്ടാൽ തന്നെ വേഗം മനസ്സിലാവും. സോ കമന്റ് ബിലോ. അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചത്, ബേബി ബോയ് ആണോ ഗേൾ ആണോ? അപ്പോൾ ഗൈസ്, ഞാനത് എങ്ങനെ പറയണമെന്ന് വിചാരിച്ചാൽ, എനിക്കിപ്പോൾ ആദ്യത്തെ 2 കുട്ടികൾ, ഒന്ന് ബോയും ആണ് ഒന്ന് ഗേളും ആണ്. അപ്പോൾ സോ വേറൊരാളോട് ചോദിക്കാണ്ട് തന്നെ ഇപ്പം എനിക്ക് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഓരോ അനുഭവങ്ങൾ വെച്ചിട്ട് എനിക്ക് ബോയ് ആണോ ഗേൾ ആണോ ഞാൻ ചാടിച്ചാ ആണെന്ന് തോന്നണട്ടാ. എനിക്ക് സേലഡ് പോലെ തോന്നുന്നുണ്ട്, ചെയ്ത് എനിക്ക് ഇങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് സൈവിൻ്റെ പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ പറയും ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം പ്രഗ്നൻസി പീരീഡ് ഒരുപാട് ഒരു ലോങ് ഡ്യൂറേഷനൊന്നുമില്ല. ആ പ്രഗ്നൻസി പീരീഡ് ഇവരുടെ രണ്ടുപേരുടെയും ഒരുപാട് എന്താ പറയുക ഡിസ്റ്റൻസും ടൈം ഗ്യാപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് റിലേറ്റ് ചെയ്യാം. ഇതും വലിയ ഗ്യാപ്പൊന്നും ഇല്ലല്ല. 2.5 years ആയപ്പോൾ തന്നെ അഗെയിൻ പിന്നെ ആയി. അപ്പോൾ സോ ഞാൻ അത് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ഇത് ബോയ് ആണോ ഗേൾ ആണോ എന്ന് പറയാം. ഇപ്പോൾ ഈവൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എൻ്റെ അനുഭവങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് അസ്യൂം ചെയ്യാം, ഓ ഇത് ബോയ് ആണെന്ന് തോന്നുന്നു എന്നൊക്കെ അസ്യൂം ചെയ്യാം. അതുപോലെ തന്നെ ചായൻ്റെ ടീഷർട്ടിനോട് അങ്ങനെയാണ്. അപ്പോൾ ഗൈസ്, ഈവൻ എനിക്ക് അതെ സേറ ഗേളാണ്, രണ്ടാമത്തെ ഗേളും ആദ്യത്തെ ബോയും ആണ്. സയാനും സേറാന്നുമാണ് നമ്മൾ പേരിട്ടേക്കണം. പിന്നെ 3ാമത്തെ ബേബിയുടെ പേര് നിങ്ങൾക്ക് എന്തെങ്കിലും ഇസഡ് വെച്ചിട്ടൊക്കെ, ഞങ്ങൾക്ക് ഇസഡ് വെച്ചിട്ടാണ് താല്പര്യം. അപ്പം ഈവൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പേരുകളുണ്ടെങ്കിൽ കമൻറ്റുക. രണ്ടും നമുക്ക് വേണം. നമുക്ക് അറിയില്ലല്ലോ ഗൈസ്, നമുക്കറിയാമോ ഗൈസ്? നമുക്ക് നോക്കാം, എന്തായാലും വീഡിയോ ലാസ്റ്റ് അറിയാം നിങ്ങൾ. അപ്പോൾ ഇതെല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവും ഇത് ബോയ് ആണോ ഗേൾ ആണോ എന്നിട്ട് ഗൈസ്. അപ്പോൾ എനിക്കും കൂടെ അറിയാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പോയി ഞാൻ പോയി എന്നെ ഇഷ്ടമുണ്ട്, വേറെ പറയാണ്ടിരിക്കുന്നത്. അപ്പോൾ സോ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി പീരീഡ് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. സൈക്കുട്ടൻ്റെ ഈ ചൈനോട് ഒന്ന് പറയണം കേട്ടോ, എനിക്കെല്ലാം ഓർമ്മയൊന്നുമില്ല. വോമിറ്റിംഗ് ടെൻഡൻസി ഏറ്റവും കൂടുതൽ ജനറലൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറയാം. ഫസ്റ്റ് ജനറലൈസ് ചെയ്യാം, സെൻ കമ്പയർ ചെയ്യാം. ജനറലൈസ് ചെയ്യുമ്പോൾ നമുക്ക് വോമിറ്റിങ്സ് ഒരുപാടുള്ളത് ഗേൾ ബേബി ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എൻ്റെ മമ്മിക്ക് 3 പെൺകൊച്ചുങ്ങളായതുകൊണ്ട് മമ്മിക്ക് 3നും ഛർദിയായിരുന്നു, ഭയങ്കര ഛർദിയായിരുന്നു. അപ്പോൾ സോ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് സേറയിൽ എനിക്ക് സയാനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ഛർദിച്ചേക്കണ സേറയിലാണ് അല്ലേ ചാ? റൈറ്റ് ആണോ? ശരിയാണോ? സയാനാണ് ഞാൻ ഛർദിച്ചേക്കണം. എപ്പോഴാണ് ഞാൻ സയാനെ ഛർദിച്ചേക്കണം? സയാനാണ് ഞാൻ ഛർദിച്ചേക്കണം. ഞാൻ പറയണില്ല വാരടക്ക് കേൾക്കൂല. ഞാൻ സയാനാണ് ഗൈസ് പ്രഗ്നന്റ്. വോമിറ്റിംഗ് ടെൻഡൻസി എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് ഗ്യാസ് ഇഷ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നത് സയാനാണ്. അല്ലല്ല സേറ അത് മാറിപ്പോയി, ഞാൻ പറയണില്ല. സേറയാണ്. സൈക്കുട്ടന്റെ കാര്യത്തില് എന്താണ് സത്യം പറഞ്ഞ
എടാ ഒന്നും അടക്കട വോയിസ് ഇതാവുമ്പോ കാര്യമില്ല. ലോക്ക് ചെയ്യത് അപ്പൊ അവള് തുറക്കൂലല്ലോ. അപ്പൊ എന്നെ എന്താ പറഞ്ഞോണ്ടിരുന്ന? ഓക്കെ ഗൈസ്. ആൻഡ് ദെൻ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഉണ്ടാവണ വോമിറ്റിംഗ് ടെൻഡൻസി എനിക്ക് ഏറ്റവും കൂടുതൽ സൈക്കുട്ടൻ്റെ അല്ല സേറയുടെയിലാണ്. സൈക്കുട്ടൻ്റെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഗൈസ്. അല്ല വോമിറ്റിംഗ് ഉണ്ടായിരുന്നു, ഗ്യാസ് ഇഷ്യൂസും ടയർഡ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കുറ്റം പറയാ ഇതുവരെ, അതായത് ഇത്രയും കാലോട്ട് മറക്കാത്തൊരു കാര്യം. ഞാൻ 10 മണിക്കും 11 മണിക്കും എണീക്കണായിരിക്കും. കുറ്റം പറയാൻ പുറകെ വന്നിരിപ്പുണ്ട് ഗൈസ്. ആ അതെ ഞാൻ പറഞ്ഞോട്ടെ ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവല്ലോ. അതിന് അടുത്ത കാര്യം എന്ന് വെച്ചാ വേറെന്തായിരുന്നു? വയറിന്റെ ഷേപ്പ് നമ്മൾ അറിയണമെങ്കിൽ ഒരു 5th മന്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. വയറിന്റെ ഷേപ്പ് എന്റെ നോക്കണ്ട. ഇപ്പൊ എന്റെ വയറെന്ന് പറയണത് 3 പ്രഗ്നന്റ് ഒക്കെ ആയതാണ്. എന്റെ വയറിന്റെ ഷേപ്പേ ഇല്ല. അപ്പൊ ഈ ഷേപ്പിൽ നിന്നാണ് ആ ഷേപ്പ് ഉണ്ടാക്കണത്. അപ്പൊ ഈ ഷേപ്പ് നോക്കരുത്. നല്ല ഉരുണ്ടിട്ട് ഇങ്ങനെ വയറിച്ചിട്ട് ഇങ്ങനെ കയറി പൊങ്ങിയൊക്കെ ഇരിക്കുവാണെങ്കിൽ ഇറ്റ് മേ ബി ബോയ്. ഇത് ഒരു കൺഫേം ആയിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ പറയുന്നത്, ഞാൻ പറയുന്ന കാര്യമാണ്. അങ്ങനെ ഇച്ചിരി പൊങ്ങിയിരിക്കും. കാരണം സൈക്കുട്ടൻ്റെ പ്രഗ്നൻസി ടൈമിലുള്ളൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ പിൻ ചെയ്യാം. ആ ടൈമിൽ കുഞ്ഞു വയറായിരുന്നു. എന്നിട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കുകയാണെങ്കിൽ ഇറ്റ് മേ ബി ബോയ്. ആൻഡ് വലിയ വയറാണെങ്കിൽ, വയറൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വലുതായിട്ടിരിക്കുകയാണെങ്കിൽ അത് ഞാൻ എൻ്റെ കയ്യിൽ സേറ മേബിയുടെ ഉണ്ട്, അവളുടെയും ഫോട്ടോസ് ഇതിലുണ്ടെങ്കിൽ നമ്മൾ പിൻ ചെയ്യാം. അതെന്താ ഗേൾ ബേബി ആയിരിക്കും. അതെനിക്ക് കുറച്ച് ഭയങ്കര എന്താ പറയുക, ഞാൻ എല്ലാ ആളുകൾക്കും പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ ചെക്ക് ചെയ്യണമായിരുന്നു ബേബി. ഓക്കെ അപ്പോൾ ഇത് ബോയ് ആയിരിക്കും, ഇത് ഗേൾ. ഏകദേശം അസംഷൻ കറക്റ്റ് ആവാറില്ലേ ഡെലിവറി കഴിയുമ്പോൾ? ഞാൻ ചേട്ടനോട് പറയാറുണ്ട്. അപ്പോൾ സോ അങ്ങനെ ഒരു കമ്പയർ ചെയ്യുമ്പോൾ ബോയ് ആണോ ഗേൾ ആണോ നമുക്ക് ജസ്റ്റ് ഒക്കെ ഒന്ന് അസ്യൂം ചെയ്യാം. പിന്നെ എന്ന് വെച്ചാൽ ഫേസ് അത് ഇപ്പം എൻ്റെ ഡാർക്കാണ്. അത് വലിയ സത്യമാണെന്ന് അറിയില്ല ചേ, എനിക്ക് തോന്നിയിട്ടില്ല. നോർമൽ ജനറലൈസ്ഡ് പറയണ സ്കിൻ ഭയങ്കര ക്ലിയർ ആണെങ്കിൽ ബോയ് ആണെന്ന് പറയണത്. അല്ല ജനറലൈസ്ഡ് അങ്ങനെ പറയുന്നത്. ഞാനിപ്പോൾ കുറേ റീൽസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ എല്ലാവരും പറയണ സ്കിൻ ക്ലിയർ ആയി തന്നെയാണെങ്കിൽ അത് ബോയും, സ്കിൻ ഡാർക്കനാണെങ്കിൽ അത് ഗേൾ ആണെന്ന് പറയണം. പക്ഷേ ഞാൻ ഇപ്പൊ ഞാൻ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് പ്രഗ്നന്റ് ലേഡീസിനെ കാണുമല്ലോ. ഇവൻ എൻ്റെ കേസിൽ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. സൈവിൻ്റെ ഞാൻ ഭയങ്കര ഡാർക്കണായിരുന്നു, സേറയുടെയിൽ ഞാൻ ഭയങ്കര നന്നായിട്ട് നല്ല നിറമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ജനറലൈസേഷനും എൻ്റെ കാര്യത്തിൽ അത് ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ സോ ഇപ്പം ഞാൻ എങ്ങനെ ഇരിക്കണേന്ന് കമൻറ്റ് ബിലോ ഗൈസ്. എങ്ങനെ ഇച്ചിരി വെളുത്തരിക്കണമെന്ന് തോന്നല്ലേ ഗൈസ്? എന്താണ് ഡാർക്കണാവാഞ്ഞിട്ട് എനിക്ക് സങ്കടം. കാരണം എൻ്റെ കേസിൽ ഡാർക്കനാണേ കറക്റ്റ് ആവണത്. എൻ്റെ കേസിൽ ഈവൺ നല്ല ഡാർക്കൺ വന്നാൽ ബോയിന്നും ലൈറ്റ് നല്ല ഗ്ലോ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഗേളാണ്. അപ്പോൾ നിങ്ങളുടെ കേസസിൽ എങ്ങനെയാണെന്ന് കമൻറ്റ് ബില്ലോ. കാരണം അത് എനിക്കും ഡൗട്ടാണ്. കാരണം എൻ്റെ കേസല്ലായിരിക്കും നിങ്ങളുടെ കേസല്ലോ. അതാ പറഞ്ഞ അസംഷനാണ്, എൻ്റെ കേസായിട്ടുള്ളൊരു അസംഷനാണ് ഞാൻ പറയണത്. ഇറ്റ്സ് മേ ബി ബോയ് ഓർ ഗേൾ. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയണത് നമുക്ക് ഡെലിവറി ടൈം ഉണ്ടല്ലോ, പെയിൻ വരുമല്ലോ. നല്ല വേദന വന്നിരിക്കുമ്പോൾ നടുവിൻ്റെ അവിടെ നിന്ന് വേദന വന്നിട്ട് ഇങ്ങനെ വയറിലേക്ക് ഇങ്ങനെ ചുറ്റും വേദന വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് മേ ബി ബോയ്. കാരണം സൈക്കോട്ടിന് എനിക്ക് ഭയങ്കര നടുവേദന ഉണ്ടായിരുന്നു. സേറമൂക്ക് എനിക്ക് നടുവേദന ഉണ്ടായില്ല, വയറ് മാത്രമായിരുന്നു ഭയങ്കര വേദന വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ സോ സേറ ഗേളായിരുന്നു. ആ ഒരു കാര്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇപ്പോഴൊന്നും അറിയാൻ പറ്റില്ല കേസ്, വേദന ഒന്ന് കിടക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊക്കെ അസംഷനായിട്ടോ കേസ്. ഇനി ഇതിനെ എന്നെ പൊങ്കാലിടരുത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട്. ഈ കാര്യം എനിക്ക് ഇച്ചാനോടും കൂടി ചോദിക്കാനുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഈ പ്രഗ്നൻസി എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഞാൻ അസ്യൂം ചെയ്യണോ എങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. സോ എന്താ പറഞ്ഞിട്ട് സ്വീറ്റ് ക്രാവിങ്സ് ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ഗൈസ് അത് ഗേൾ ബേബിയും. സ്പൈസി പുളി അതൊക്കെയാണെന്ന് എനിക്ക് ഇഷ്ടമെങ്കിൽ അത് മേ ബി ബോയ് ആയിരിക്കും. കാരണം സൈക്കൂട്ടൻ്റെ എനിക്ക് സ്വീറ്റൊന്നും അത്ര ഇഷ്ടമില്ല, ഞാൻ അത്ര കഴിക്കില്ല എന്നുള്ള സ്വീറ്റൊന്നും. അപ്പോൾ സോ അപ്പം ബേബി ബോയ് തന്നെയായിരുന്നു. സേറയുടെ ഞാൻ ഇഷ്ടംപോലെ മധുരം കഴിക്കുമായിരുന്നു, കുറേ കഴിക്കുമായിരുന്നു മധുരം. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. സേറയുടെ ഇഷ്ടംപോലെ കഴിക്കുമായിരുന്നു. സോ ഷീ ഗേളായിരുന്നു സെക്കൻഡ് പ്രഗ്നൻസി. അപ്പോൾ തേർഡ് പ്രഗ്നൻസി ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ സ്പൈസി ഫുഡ്സും ഇഷ്ടമാണ്,
എന്നാൽ സ്വീറ്റ് ഫുഡ്സും ഇഷ്ടമാണ്. അപ്പം എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. അതങ്ങനെ കൺഫ്യൂഷൻ ഇല്ലേ. ഞാൻ സ്വീറ്റും ചോദിക്കാറുണ്ട്, രണ്ടും കഴിക്കാറുണ്ട്. പൂളി പിന്നെ എനിക്ക് പുളിയൊന്നും 2 പ്രഗ്നൻസിയിലും ഇഷ്ടമല്ലായിരുന്നു. അപ്പം ഞാൻ പ്രഗ്നൻസി ടൈമിൽ ഇപ്പോൾ പിച്ചാനി വേറെല്ലാവരും വാങ്ങിക്കുന്നുണ്ട്, നിനക്ക് അങ്ങനെയൊന്നും തോന്നണില്ലേ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അല്ല, ആദ്യത്തെ 2 പ്രഗ്നൻസി ചോദിച്ചിട്ടുണ്ട് ചേ. പക്ഷെ എനിക്ക് ഈ പ്രഗ്നൻസിയിൽ പുളി ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ഇടയ്ക്കൊക്കെ പോയിട്ടൊരു വാളംപുളിയൊക്കെ എടുത്ത്, വാളംപുളിയല്ലേ അത് എടുത്തിരുന്നു. അത് ആ പുളി കഴിക്കുമ്പോൾ നമുക്കൊരു മെറ്റാലിക് ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ വായിൽ ഈ പ്രഗ്നൻസി ടൈമിൽ. ഈവൻ അത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് 2nd month 3rd month 4th month പകുതി വരെയൊക്കെ നമുക്ക് ആ ഒരു രുചി ഇങ്ങനെ വായിൽ, അത് എന്ത് കഴിച്ചാലും നമുക്ക് വൊമിറ്റ് ചെയ്യാൻ വരാം, ഒന്നും കഴിക്കാൻ തോന്നാത്തൊരവസ്ഥയൊക്കെ എല്ലാം തന്നെയായിരുന്നു. അങ്ങനെ വെയിറ്റ് 4 കിലോ ഒക്കെ ഒറ്റയടിക്ക് ഒരു മാസം ഞാൻ കൂട്ടിയായിരുന്നു. അപ്പോൾ പുളി കഴിക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു ക്രാവിങ്സ് ഉണ്ടായത് ഈ പ്രഗ്നൻസി ടൈമിലാണ്. അപ്പോൾ എനിക്കൊരു ചേഞ്ച് തോന്നിയത് ഫുഡ് ഇങ്ങനെ ക്രാവിങ്സിൻ്റെ കാര്യത്തിൽ പുളിയാണ് ഈ പ്രഗ്നൻസിയിൽ കൂടുതലായിട്ട് എനിക്ക് കഴിക്കാൻ തോന്നിയിരിക്കുന്നത്. കൂടുതൽ മീൻസ് കഴിച്ചത്, മറ്റേൽ കഴിക്കാത്തതിൽ ഇതിൽ കഴിച്ചേക്കണം. സ്പൈസി ഫുഡും സ്വീറ്റ് ഫുഡും എനിക്ക് 2 ഈക്വലായിട്ടാണ് തോന്നിയത്. അപ്പോൾ അതെനിക്ക് അത് വെച്ച് എനിക്ക് എന്തായാലും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റിയില്ല, അസ്യൂം ചെയ്യാൻ പോലും പറ്റിയില്ല. എനിക്കത് കറക്റ്റായിട്ട് തോന്നിയിട്ടില്ല. 140 എബവ് ആണെങ്കിൽ ഇറ്റ്സ് എ ഗേൾ ആൻഡ് 140 ബിലോ ആണെങ്കിൽ ഇറ്റ്സ് എ ബോയ്. എനിക്ക് അങ്ങനെ സേറയും സൈനും 140 നിയറേ ഉണ്ടായുള്ളൂ, രണ്ടുപേരും ഈക്വലായിരുന്നു. ആ കാര്യത്തിൽ എനിക്ക് രണ്ടുപേരും 40 എബവ് ഇല്ലാത്തതുകൊണ്ട് ബോയാണോ ഗേളാണോന്ന് അറിയില്ല, രണ്ടുപേരും ഒരു ബോയും കിട്ടി ഗേളും കിട്ടി. അപ്പോൾ ഈ ബേബിയുടെ കാര്യത്തിൽ 140 എബവ് ആണ് എനിക്ക് ഹാർട്ട് റേറ്റ്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ അറിയാൻ പാടില്ല ഗൈസ് എന്താണെന്ന്. പ്ലാസൻ്റയുടെ പൊസിഷൻസ് നോക്കിയിട്ട് കുറേ പേര് പറയാറുണ്ട്, അതൊരിക്കലും വിശ്വസിക്കരുത്, കള്ളത്തരമാണ്. അത് വെച്ചിട്ടാണ് ഞാൻ ഇവളെ ആങ്കൊച്ചാന്ന് വിചാരിച്ചുകൊണ്ടെന്ന് വെച്ചത്. അവൾ ആങ്കൊച്ചായിരുന്നു ഗൈസ്. സൈക്കൂട്ടൻ്റെ ആൻറ്റീരിയർ ആയിരുന്നു, സേറയുടെ ആൻറ്റീരിയർ ആയിരുന്നു അല്ലേ, ആൻറ്റീരിയർ ആയിരുന്നു. അപ്പോൾ ആ കേസ് പോസ്റ്റീരിയറും അതെന്തോ ഡിഫറൻസ് ഉണ്ട്. ഈവൻ പോസ്റ്റീരിയർ ആണെങ്കിലാണ് ബോയ് എന്ന് പറയുന്നത്, ആൻറ്റീരിയർ കേസ് ആണെങ്കിൽ അത് ബോയ് ആണെന്ന് പറയുന്നത്. ബോയ് ആണ്, അതല്ല ഇവളാ ബോയ് ആണെന്ന് വിചാരിച്ചു. എനിക്ക് എൻ്റെ 2 കേസിൽ ആൻറ്റീരിയർ ആയിരുന്നു പ്ലാസൻ്റ. അപ്പോൾ എന്താണ് എനിക്ക് കൺഫ്യൂഷൻ. ഈ ബേബി ലാസ്റ്റ് ഈ പ്രഗ്നൻസി സ്കാനിൽ അറിയാൻ പറ്റുള്ളൂ ഇസ് ആൻറ്റീരിയർ ആണോ പോസ്റ്റീരിയർ ആണോ എന്ന്. അപ്പോൾ നമുക്ക് പോസ്റ്റീരിയർ ആണെങ്കിൽ കൺഫ്യൂഷൻ ആയിരിക്കും, ആൻറ്റീരിയർ ആണെങ്കിൽ കൺഫ്യൂഷൻ, കാരണം രണ്ടും ഒരു ബോയും ഗേളും വന്നാണല്ലോ. അപ്പോൾ ഈവൻ ആ ഒരു കേസിൽ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അസംഷൻ, നിങ്ങൾക്ക് കൺഫേം ആയിട്ടുള്ള അസംഷൻ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇച്ചാൻ എന്തെങ്കിലും അസംഷൻസ് ഉണ്ടോ? ആ വയറിന്റെ ഷേപ്പ് എന്തായിട്ട് തോന്നണ? അല്ല, എന്റെ കേസിൽ നിനക്ക് എന്താ തോന്നുന്നത് വയറ് കണ്ടിട്ട്? അതായത് സേറയുടെ ഈ ടൈമിൽ നല്ല എനിക്ക് വയറുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, എന്ത് വെച്ചാണെങ്കിലും ഇപ്പൊ ഹാപ്പിയാണ്. കാരണം എനിക്ക് ആഘോഷത്തിന് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെങ്കൊച്ചിന് ഇഷ്ടമില്ലാത്ത ഒരിക്കലും ഞാൻ ബിഹേവ് ചെയ്തിട്ടൊന്നുമില്ല. ചേന അറിയാൻ പറ്റും. പുറത്ത് വന്നാൽ എനിക്ക് എല്ലാ ബേബീനും ഇഷ്ടമാണ്. പക്ഷെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ബോയ് ബേബി തന്നെ കേസ്. അത് എന്താണല്ലേ, എനിക്കങ്ങനെ അമ്മമാർക്ക് പൊതുവെ ബോയ് ബേബീനെ എനിക്ക് ഇഷ്ടം. അമ്മമാർക്ക് അല്ലേ, അച്ഛന്മാർക്ക് പെങ്കൊച്ചുങ്ങളെ ഇഷ്ടമെന്നൊക്കെ ഉണ്ടാവില്ലേ. ഇതിപ്പോൾ 2 തന്നിട്ടും എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ആഘോഷത്തിന് ഇഷ്ടം. പിന്നെ സൈക്കോട്ടിനോട് ചോദിക്കുമ്പോൾ സൈക്കോട്ടൻ പറഞ്ഞ സേറ ബേബിനെ വേണ്ടെന്ന് പറഞ്ഞത് എന്തുകൊണ്ട്, എന്താ അവളുടെ സ്വഭാവം കണ്ടിട്ടാണ് പറയണത്. അവൻ എനിക്കൊരു ആഘോഷത്തിനെ കൊണ്ടു അല്ല, അവൻ്റെ പോലത്തെ ഒരു ബേബിനെ മതി എന്ന് പറയണത് കളിക്കാനൊക്കെ വേണ്ടി. ഇവൾ കളിക്കാനൊന്നും പോകില്ല അവൻ്റെ കൂടെ. അപ്പോൾ എനിക്ക് ബോയ് ബേബിയാണ്, സൈക്കോട്ടിൻ്റെ ബോയ് ബേബിയാണ്, അമ്മച്ചിക്ക് ബോയ് ബേബിയാണ്, മമ്മിക്ക് ബോയ് ബേബിയാണ്, സേറക്ക് അവളുടെ ബേബിനെ മതി എന്ന് പറഞ്ഞു, ഗേൾ ബേബിനെ മതി എന്ന് ചൈന ഗേൾ. അപ്പോൾ 2 ഭൂരിപക്ഷം ഗേളും ബാക്കിയൊക്കെ ബോയ് ബേബിയാണ് ഗൈസ്, നമ്മുടെ ഭൂരിപക്ഷം. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് 9th month എൻ്റെ ഡെലിവറി കഴിയുമ്പോൾ അറിയാം ഇറ്റ്സ് എ ബോയ് ഓർ ഗേൾ. ഇപ്പം നമുക്ക് അറിയാൻ പാടില്ല, നമ്മുടെ ഇന്ത്യൻ എന്താ പറയുക ലോ അനുസരിച്ച് നമുക്കത് ഒരു സ്കാനിലും പറയാനും പാടില്ല. ഇറ്റ്സ് ജെൻഡർ റിവീൽ ചെയ്യാൻ പാടില്ല. അതൊരിക്കലും ആരും അറിയാൻ വേണ്ടി ട്രൈ ചെയ്യരുത്. എന്തുകൊണ്ടാണ്, ഏതാണെങ്കിലും നമ്മുടെ കുഞ്ഞാണ്. നിയമത്തിൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കൊച്ചാണ്. അപ്പോൾ ഏതാണെങ്കിലും നമ്മൾ പൊന്നുപോലെ കൊച്ചിനെ വളർത്താം, നന്നായിട്ട് നോക്കാം, അത്രേ ഉള്ളൂ. പിന്നെ വേറെ ഒന്നുമില്ല ഗൈസ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എന്തായാലും ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ പറയാം. പോയാലും നിങ്ങളറിയാമല്ലോ ബോയാണോ ഗേളാണെന്ന്. അപ്പോൾ ബൈ.